ഡെക്സ്ട്രോകാർഡിയ ക്ലിയർ ആയി എന്ന് തോന്നുന്നു. അബ്ഡോമിനൽ കണ്ടൻസ് ഒക്കെ ചെസ്റ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഹാർട്ട് അതിൻ്റെ നോർമൽ പൊസിഷനിൽ നിന്നും കൂടുതലായിട്ട് റൈറ്റ് സൈഡിലേക്ക് സ്ലൈറ്റ്ലി ഷിഫ്റ്റഡ് ആവും. ഇതിനെയാണ് ഡെക്സ്ട്രോകാർഡിയ എന്ന് പറയുക. ഡെക്സ്ട്രോ മീൻസ് റൈറ്റ് ആൻഡ് കാർഡിയ മീൻസ് ഹാർട്ട്. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ദ മിഡ് ലൈനിൽ നിന്നും ഇത് റൈറ്റ് സൈഡിലേക്ക് ഇൻക്ലൈൻഡ് ആണ്. The other manifestations are respiratory distress ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ. It can be severe, and if it is severe it will be associated with other symptoms like circulatory insufficiency which can lead to shock and hypoxia. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ we require aggressive resuscitative measures. സോ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിവിയർ ആണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ സർക്കുലേറ്ററി ഇൻസഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ റെസ്പിറേറ്ററി ഡിസ്ട്രസ് കാരണം ഹൈപ്പോക്സിയയും സർക്കുലേറ്ററി ഇൻസഫിഷ്യൻസി കാരണം ഷോക്കും എഗെയിൻ ഹൈപ്പോക്സിയ ഉണ്ടാവും. ആൻഡ് ഇഫ് ദിസ് ടു തിങ്സ് ഒക്കർ ദ ചൈൽഡ് നീഡ്സ് അഗ്രസീവ് റെസിസിറ്റേഷൻ. ഇൻ ലെഫ്റ്റ് സൈഡഡ് പോസ്റ്റീരിയോലാറ്ററൽ ഹെർണിയ അല്ലെങ്കിൽ ബോഗ്ഡാലിക് ഹെർണിയ, ഇഫ് യു ഓസ്കൾട്ടേറ്റ് ദ ലങ്സ് there will be poor air entry on the left, and you can see the cardiac sounds will be shifted towards the right of its normal position, and this happens due to dextrocardia. അപ്പോൾ ബോഗ്ഡാലിക് ഹെർണിയ ആണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. ലെഫ്റ്റ് സൈഡിലെ ലങ് സൗണ്ട്സ് വളരെ കുറവായിരിക്കും. ഹാർട്ട് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റഡ് ആയിരിക്കും. അത് കാരണം യു ക്യാൻ ഹിയർ ദ കാർഡിയാക് സൗണ്ട്സ് മോർ ടുവേർഡ്സ് എ റൈറ്റ് ദാൻ ദ നോർമൽ പൊസിഷൻ. ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ബോഗ്ഡാലിക് ഹെർണിയയിൽ രണ്ട് മേജർ ഫൈൻഡിങ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ലെഫ്റ്റ് സൈഡിലാണ് ഹെർണിയേഷൻ സംഭവിക്കുന്നത് ബോഗ്ഡാലിക് ഹെർണിയയിൽ. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിലെ ലങ് സൗണ്ട്സ് വളരെ കുറവായിരിക്കും. ഹാർട്ട് സൗണ്ട്സ് അല്ലെങ്കിൽ കാർഡിയാക് സൗണ്ട്സ് റൈറ്റിലേക്ക് ചെറുതായിട്ട് ഷിഫ്റ്റഡ് ആയിരിക്കും ഡ്യൂ ടു ഡെക്സ്ട്രോകാർഡിയ. ഇനി നമ്മുടെ ഇൻറ്റസ്റ്റൈനും അതുപോലെ തന്നെ ബാക്കി എല്ലാ അബ്ഡോമിനൽ കണ്ടൻസും ചെസ്റ്റിലായിരിക്കുന്നത് അല്ലേ. അപ്പോൾ ചെസ്റ്റ് ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബവൽ സൗണ്ട്സ് ഒക്കെ കേൾക്കാൻ പറ്റില്ലേ? സോ ദാറ്റ് ഈസ് യെറ്റ് അനദർ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. ദ സൗണ്ട് ഓഫ് പെരിസ്റ്റാൾസിസ് മേ ബി ഹേർഡ് ഓൺ ഓസ്കൾട്ടേഷൻ ഓഫ് ദ ചെസ്റ്റ്. ഇത് നോർമലി ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ പെർക്കഷൻ നടത്തുമ്പോൾ ലങ്സിൻ്റെ മുകളിൽ പെർക്കഷൻ നടത്തുമ്പോൾ എന്ത് സൗണ്ടാണ് കേൾക്കുക? വി വിൽ ഹിയർ എ റെസനൻസ് സൗണ്ട് അല്ലേ. പക്ഷേ ഇവിടെ ലങ്സിൻ്റെ ഒപ്പം തന്നെ ഇൻറ്റസ്റ്റൈനും ചെസ്റ്റ് ക്യാവിറ്റിയിലുണ്ട് അല്ലേ. അപ്പോൾ ഇൻറ്റസ്റ്റൈനലിൻ്റെ മുകളിലാണ് നമ്മൾ പെർക്കസ് ചെയ്യുന്നതെങ്കിൽ എന്ത് സൗണ്ട് കിട്ടും റെസനൻസിന് പകരം? വി വിൽ ഹിയർ എ ടിംപാനിക് സൗണ്ട്. സോ ഇഫ് പെർക്കഷൻ ഇസ് ഡൺ ഓൺ ദ thorax where the abdominal organs have migrated, you can hear a tympanic sound or a duller sound than normal. റെസനൻസ് സൗണ്ടിന് പകരം ഒന്നെങ്കിൽ ഡൾ സൗണ്ടോ അല്ലെങ്കിൽ ടിംപാനിക് സൗണ്ടോ കേൾക്കാൻ പറ്റും. സോ ദീസ് ആർ ദ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്. ആദ്യം മുതൽ പറഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടീനെ കാണുമ്പോൾ സ്കാഫോയിഡ് അബ്ഡോമൻ കാണാം, ബാരൽ ചെസ്റ്റ് കാണാം, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാവും. പിന്നെന്താ ഉണ്ടാവുക? ബൈലാറ്ററൽ എയർ എൻട്രി നോക്കുമ്പോൾ അഫക്റ്റഡ് സൈഡിലെ എയർ എൻട്രി കുറവായിരിക്കും. ഡെക്സ്ട്രോകാർഡിയ ഉണ്ടാവും വിച്ച് ഇസ് ഷിഫ്റ്റിംഗ് ഓഫ് ദ ഹാർട്ട് ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ്. റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിവിയർ ആകുമ്പോൾ സർക്കുലേറ്ററി ഇൻസഫിഷ്യൻസി ഉണ്ടാവും. ദ ചൈൽഡ് ക്യാൻ ഹാവ് ഷോക്ക് ആൻഡ് ഹൈപ്പോക്സിയ. ബോഗ്ഡാലിക് ഹെർണിയ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ലങ് സൗണ്ട്സ് കുറവും ഹാർട്ട് സൗണ്ട്സ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റഡും ആയിരിക്കും. ചെസ്റ്റ് ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ ബവൽ സൗണ്ട്സ് കേൾക്കാൻ പറ്റും. ചെസ്റ്റ് പെർക്കസ് ചെയ്യുമ്പോൾ ടിംപാനിക് സൗണ്ട് കേൾക്കാൻ പറ്റും വെൻ വി പെർക്കസ് ഓവർ ദ ഹെർണിയേറ്റഡ് കണ്ടൻസ്. So these are the clinical manifestations of a child with congenital diaphragmatic hernia. Coming to the diagnosis, prenatally ഈ ഒരു കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും. And usually during the prenatal period the mother is presented with polyhydramnios. So prenatal ultrasonography ആണ് ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അവിടെ നമ്മൾക്ക് ഈ ഹെർണിയേഷൻ കാണാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ യു ക്യാൻ get a history of polyhydramnios within the mother. അതായത് amniotic fluid volume ഭയങ്കര കൂടുതലായിരിക്കും. After birth, the child is usually presented with respiratory distress and cyanosis within
few minutes after birth or few hours after birth. So ജനിച്ചു കഴിയുമ്പോൾ കുട്ടിക്ക് റെസ്പിറേറ്ററി ഡിസ്ട്രസ്സും സൈനോസിസും ഉണ്ടാവാം. ഇനി ഒരു ഓറോഗ്യാസ്ട്രിക് ട്യൂബ് അല്ലെങ്കിൽ OG ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് ഒരു എക്സ്റേ എടുക്കുകയാണെങ്കിൽ യു ക്യാൻ സീ വെദർ the OG tube is placed above the diaphragm or below the diaphragm. Normally below the diaphragm ആണ് വരേണ്ടത്. പക്ഷേ ഈ കുട്ടികളിൽ OG ട്യൂബിൻ്റെ പൊസിഷൻ സിൻസ് സ്റ്റൊമക്ക് ഇസ് ഹെർണിയേറ്റഡ് അത് അതിനേക്കാളും ഡയഫ്രത്തിന് മുകളിലായിരിക്കും ലൊക്കേറ്റഡ് ആയിട്ട് ഇരിക്കുക. So these are the initial findings. ഒന്ന് പ്രീനേറ്റൽ അൾട്രാസോണോഗ്രാഫി, അവിടെ പോളിഹൈഡ്രാംനോസ് കാണാൻ പറ്റും. Then after birth you can see respiratory distress and cyanosis within few minutes of life or few hours of life. OG tube ഇട്ട് റേഡിയോഗ്രാഫി എടുക്കുകയാണെങ്കിൽ you can see the exact position of the OG tube. അവിടെ if it is placed above the diaphragm you can confirm herniation. ഇനി അടുത്തതാണ് റേഡിയോഗ്രാഫി. ചെസ്റ്റ് എക്സ്റേ എടുത്തു കഴിയുമ്പോൾ എന്ത് കാണാൻ പറ്റും? ചെസ്റ്റ് ക്യാവിറ്റിയിൽ യു ക്യാൻ സീ എയർ ഫിൽഡ് ഓർ ഫ്ലൂയിഡ് ഫിൽഡ് ബവൽ ലൂബ്സ്. ബവൽ ലൂബ്സിനെ ചെസ്റ്റ് ക്യാവിറ്റിയിൽ കാണാൻ പറ്റും. ആൻഡ് ഹാർട്ടിൻ്റെ ഹാർട്ട് ഷാഡോ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ സിൽ ഹൗട്ട് അല്ലെങ്കിൽ കാർഡിയക് ഷാഡോ എന്ന് എഴുതിയാലും മതി. എവിടെയായിരിക്കും? നോർമലി അത് ചെറുതായിട്ട് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും, പക്ഷേ ഇവിടെ അത് റൈറ്റ് സൈഡിലേക്ക് ആയിരിക്കും. സോ ദീസ് ആർ ദ ഫൈൻഡിങ്സ് വിച്ച് ഇസ് ഫൗണ്ട് ഇൻ റേഡിയോഗ്രാഫി. ഒന്ന്, ചെസ്റ്റ് ക്യാവിറ്റിയിൽ ഫ്ലൂയിഡ് ഓർ എയർ ഫിൽഡ് ബവൽ ലൂബ്സ് കാണാൻ പറ്റും. രണ്ട്, കാർഡിയക് ഷാഡോ വിൽ ബി സ്ലൈറ്റ്ലി ഷിഫ്റ്റഡ് ടുവേർഡ്സ് റൈറ്റ് സൈഡ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കാർഡിയാക് അൾട്രാസോണോഗ്രഫി ആണ്. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? തുടക്കത്തിൽ പറഞ്ഞായിരുന്നു അസോസിയേറ്റഡ് അനോമലീസിൽ ഏറ്റവും കോമൺ കാർഡിയാക് അനോമലി ആണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളിൽ മസ്റ്റായിട്ടും കാർഡിയാക് എക്കോ കാർഡിയോഗ്രഫി അല്ലെങ്കിൽ കാർഡിയാക് അൾട്രാസോണോഗ്രഫി ചെയ്ത് ഇരിക്കണം. കണ്ടിന്യൂസ് പൾസ് ഓക്സിമെട്രി ഈസ് വെരി നെസസറി. എന്തുകൊണ്ടാണ്? ഹൈപ്പോക്സിയയ്ക്ക് ഹൈ ചാൻസസ് ആണ്. ഓക്സിജനേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് പൾസ് ഓക്സിമെട്രി ഇസ് മാൻഡേറ്ററി ഇൻ എ ചൈൽഡ് വിത്ത് കൺജനൈറ്റൽ ഡയഫ്രമാറ്റിക് ഹെർണിയ. ഇവിടെ ഓക്സിമെട്രി ചെയ്യുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് വേയിലാണ് ചെയ്യുക. അതായത് വി വിൽ ഒബ്റ്റെയിൻ എ പ്രീഡക്റ്റൽ ആൻഡ് എ പോസ്റ്റ് ഡക്റ്റൽ ഓക്സിജൻ സാച്ചുറേഷൻ. പ്രീഡക്റ്റൽ എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡിലാണ് നമ്മളിത് പ്ലേസ് ചെയ്യുക. പോസ്റ്റ് ഡക്റ്റൽ എന്ന് പറയുമ്പോൾ ഫൂട്ട്സ് ഓൺ ഐദർ സൈഡ്. ഓക്കെ, പ്രീഡക്റ്റൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ റൈറ്റ് അട്രിയത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള സാച്ചുറേഷൻ, അതായത് പ്രീഡക്റ്റൽ വിച്ച് ഇസ് പ്ലേസ്ഡ് ഓൺ ദ റൈറ്റ് ഹാൻഡ്. പോസ്റ്റ് ഡക്റ്റൽ എന്ന് പറയുമ്പോൾ രണ്ട് കാലിലും പൾസ് ഓക്സിമീറ്റർ വെച്ച് അവിടുത്തെ ഓക്സിജൻ സാച്ചുറേഷനും കൂടെ ചെക്ക് ചെയ്യണം. സോ ദിസ് ഈസ് യൂഷ്വലി ഡൺ ഇൻ ഓർഡർ ടു സീ ഫോർ റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് ഇൻ കേസ് ഓഫ് ഡക്ടസ് ആർട്ടീരിയോസിസ്. കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് പഠിക്കുമ്പോൾ അവിടെ നിങ്ങളെ പഠിപ്പിക്കും. അവിടെ റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, എക്സ്പെഷ്യലി വെൻ ദ ഡക്ടസ് ആർട്ടീരിയോസിസ് ഇസ് ഓപ്പൺ. അങ്ങനെ എന്തെങ്കിലും ഷണ്ടിങ് ഉണ്ടോ എന്നറിയാനായിട്ടാണ് നമ്മൾ പ്രീ ഡക്റ്റൽ ആൻഡ് പോസ്റ്റ് ഡക്റ്റൽ ഓക്സിജൻ സാച്ചുറേഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. പ്രീ ഡക്റ്റൽ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കാനായിട്ട് റൈറ്റ് ഹാൻഡിലായിരിക്കും പൾസ് ഓക്സിമെട്രി കീപ്പ് ചെയ്യുക. പോസ്റ്റ് ഡക്റ്റൽ അറിയാനായിട്ട് രണ്ട് കാലിലും നമ്മൾ പൾസ് ഓക്സിമെറ്റർ കണക്ട് ചെയ്യും. ആൻഡ് ഫ്രീക്വൻറ്റ് ABG is also necessary in order to see for the pH, the PaCO2 and PaO2. So these are the diagnostic techniques used. എന്തൊക്കെയാണ്? ആദ്യം തന്നെ പ്രീനേറ്റൽ അൾട്രാസോണോഗ്രഫി. ഇവിടെ പോളിഹൈഡ്രാംനോസ് സസ്പെക്റ്റഡ്. കുട്ടി ജനിച്ചു കഴിയുമ്പോൾ റെസ്പിറേറ്ററി ഡിസ്ട്രെസ് ഉണ്ടാവാം, സൈനോസിസ് ഉണ്ടാവാം. OG ട്യൂബ് ഇട്ടതിന് ശേഷം ഒരു ചെസ്റ്റ് എക്സ്റേ എടുക്കുക. See the placement of the OG tube. It is above the diaphragm. There is herniation. Radiography, chest X-ray എടുക്കുക. ചെസ്റ്റ് ക്യാവിറ്റിയിൽ എയർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫിൽഡ് ബവൽ ലൂബ്സ് കാണാൻ പറ്റും. കാർഡിയാക് ഷാഡോ വിൽ ബി ഷിഫ്റ്റഡ് ടുവേർഡ്സ് റൈറ്റ് സൈഡ്. കാർഡിയാക് എക്കോ കാർഡിയോഗ്രാഫി അല്ലെങ്കിൽ ultrasonography is must because children have higher chances of cardiac abnormalities. Continuous pulse oximetry ചെയ്യണം. Pre-ductal and post-ductal oxygen saturation is obtained in order to see for right to left shunt in case of ductus arteriosus, and ABG analysis is to be done.